ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ അഷ്കർ വിളിക്കൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബാങ്ക് അക്കൗണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിലോ ഒന്നും പോവാതെ തന്നെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു ഒറിജിനൽ ബാങ്ക് അക്കൗണ്ട്, അതായത് KGB കേരള ഗ്രാമീൺ ബാങ്കിൽ ഒരു അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം സീറോ ബാലൻസിൽ എന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ടൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് കൂടെ ഉണ്ട്. അതിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം നോക്കാം. പെർമിഷനുകൾ കൊടുക്കുക. ശേഷം നിങ്ങളുടേതായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വൺ ടൈം പാസ്വേഡ് അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആൻ അക്കൗണ്ട്, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള രണ്ട് ഭാഗം കാണിക്കും. അത് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് OTP വരുന്നതാണ്. അതിനായിട്ട് അല്പസമയം നിങ്ങൾ കാത്തിരിക്കുക. വൺ ടൈം പാസ്വേഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെയായിട്ട് എൻ്റർ ചെയ്യുക. ആ പാസ്വേഡ് ഇവിടെയായിട്ട് എൻ്റർ ചെയ്യുക. ശേഷം വീണ്ടും താഴെയായിട്ടുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടേതായിട്ടുള്ള ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നിങ്ങളുടേതായിട്ടുള്ള പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. വീണ്ടും താഴെയായിട്ടുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഇവിടെയായിട്ട് ഒരു ഫോട്ടോ കൊടുക്കുവാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനായിട്ട് ഫോട്ടോ നിങ്ങൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡിൻ്റെ ഫോട്ടോ നമുക്കിതിനൊക്കെ അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹെയർ ടു എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ആധാർ കാർഡിൻ്റെ ബാക്ക് സൈഡ് ഫോട്ടോ നമ്മളിപ്പോൾ കൊടുത്ത പോലെ തന്നെ ആധാർ കാർഡിൻ്റെ ബാക്ക് സൈഡ് ഫോട്ടോ കൊടുക്കുക. അതിനായിട്ട് വീണ്ടും ക്ലിക്ക് ഹെയർ ടു ഫോട്ടോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ക്യാമറ സെലക്ട് ചെയ്യുക. ശേഷം ഫോട്ടോ എടുത്തതിന് ശേഷം വീണ്ടും ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഫ്രണ്ട് സൈഡ് ഓഫ് പാൻ കാർഡാണ്. പാൻ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് ഫോട്ടോ സെലക്ട് ചെയ്യുക. അതും ഇതേപോലെ തന്നെ ഫോട്ടോ എടുക്കുക. ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കൊടുക്കുക. അടുത്തായിട്ട് ഇതുപോലെ വരും. സ്കാൻ ദ QR കോഡ് ഹെയർ എന്നുള്ള ബട്ടൺ, അത് നമുക്ക് സ്കിപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം നിങ്ങളുടേതായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുക്കുക. ആധാർ കാർഡിലുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ എൻ്റർ ചെയ്യുക. മിസ്റ്റർ ആണോ മിസ് ആണോ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. പിൻകോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം വീണ്ടും കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ജെൻഡർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. റീജിയൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. കാസ്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ഒക്കുപ്പേഷൻ സെലക്ട് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുക. മാരീഡ് ആണോ അല്ല സിംഗിൾ ആണോ എന്ന് സെലക്ട് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നോമിനി ആഡ് ചെയ്യണമെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൊടുക്കാം, ഇല്ല എങ്കിൽ നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് സെലക്ട് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. സെലക്ട് ചെയ്യുക. കണ്ണൂരാണ് ഇപ്പോൾ ഉള്ളത്. സെലക്ട് ബ്രാഞ്ച്, നിങ്ങളുടെ സമീപത്തുള്ള ബ്രാഞ്ച് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഈ കനറ ബാങ്കിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഈ ഗ്രാമീണ ബാങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്പസമയം അതിനായിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ സമീപത്തുള്ള ബ്രാഞ്ച്, ഏത് ബ്രാഞ്ചിലാണ് അക്കൗണ്ട് ഉള്ളത്, ഫോൺ നമ്പർ, മറ്റ് ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസുകൾ. അപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസും മറ്റും നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ഇപ്പോൾ നിങ്ങളുടെ ഈ മൊബൈലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലേക്ക് നമുക്ക് എത്തിപ്പെടും. നമുക്ക് മെസ്സേജ് വന്നു, നമ്മൾക്ക് ഒരു 4 അക്ക പിൻ നമ്പർ ഇവിടെ കൊടുക്കാം. ശേഷം അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കണമെങ്കിൽ സ്കിപ്പ് ആഡ് ലേറ്റർ എന്നുള്ള കൊടുക്കാം. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വീണ്ടും എൻ്റർ ചെയ്യുക, ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നോക്കുക, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിനകത്ത് ബാലൻസ് എൻക്വയറി, മറ്റുള്ള മിനി സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്കിതിൻ്റെ ചെക്ക് ബുക്ക് മറ്റ് സൗകര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ബ്രാഞ്ച് ഓഫീസുമായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് നമ്പറിൽ ചെക്ക് ബുക്ക് അതുപോലെ ATM കാർഡ് മറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. 0 ബാലൻസ് ആണ് ഇതിനകത്ത് വേണ്ടത്. 1000 രൂപയോ 2000 രൂപയോ ബാലൻസ് വേണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. 0 ബാലൻസ് അക്കൗണ്ടാണ്. ATM കാർഡൊക്കെ ലഭിക്കുന്ന അക്കൗണ്ടാണ്. ATM കാർഡ് അടുത്തുള്ള ബ്രാഞ്ചിൽ നിങ്ങൾ സന്ദർശിച്ച് ചെയ്യണം. അത് നിങ്ങൾക്ക് നേരത്തെ കാണിച്ച ബ്രാഞ്ചിൽ നിങ്ങൾക്ക് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ അവർക്ക് ഈ ആപ്ലിക്കേഷൻ വഴി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ATM കാർഡും മറ്റ് സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നിർത്തുന്നു. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.